കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത് വാക്യം. രാജാവിൻ്റെ വാതിൽക്കലെ രാജ്യഭൃത്യന്മാർ ഒക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ദൈവമക്കളായി നമുക്ക് ഒരു വ്യത്യസ്തതയുണ്ട്, അല്ലെങ്കിൽ ഒരു വേർതിരിവുണ്ട് എന്ന് വിളിച്ചു പറയുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ദിവസവും നമ്മൾ പഠിക്കുമ്പോൾ ബിലയാമെന്ന കള്ളപ്രവാചകനെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇസ്രായേലിനെ ശപിക്കുവാൻ വേണ്ടി ബാലാക്ക് നിർത്തുന്നൊരു ഭാഗം സംഖ്യാപുസ്തകത്തിനകത്ത് നമുക്ക് വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്. അങ്ങനെ ശപിക്കാൻ വേണ്ടി വരുന്ന ബിലയാം അവരെ നോക്കി പറയുന്ന ഒരു വാചകമുണ്ട്: ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. അപ്പോൾ അവിടെയും നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ദൈവജനമാകുന്ന ഇസ്രായേലിന് ദൈവം ഒരു വേർതിരിവ് കൽപ്പിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തെ സേവിക്കുന്ന നമുക്കും ഒരു വേർതിരിവ് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയും ഏതെങ്കിലും നിലവാരത്തിൽ ജീവിച്ചു പോകാൻ വേണ്ടി അല്ല കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചിന്തിയത്. അത് ദൈവം പറഞ്ഞതിനനുസരിച്ച്, അല്ലെങ്കിൽ തിരുവചനമെന്ന പ്രമാണം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് സ്വർഗം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയല്ലേ? സ്തോത്രം. അതാണ് ഈ ഭാഗം തെളിയിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ, പ്രൈസലോ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് അഹശ്വേരോശ് രാജാവിന്റെ കാലഘട്ടം. സ്തോത്രം. അടുത്ത് അവിടെ ആഖാഖ്യനായിരുന്ന ഹമ്മഥായിയുടെ മകനായ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവന്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. സ്തോത്രം. ഹാമാന് ഉന്നത പദവി കിട്ടി. സാധാരണ ഇരിപ്പിടങ്ങളിൽ നിന്ന് മുകളിലുള്ള ഒരു സ്ഥാനം, സ്തോത്രം, രാജാവ് ഹാമാന് കൊടുപ്പാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് പ്രഭാതത്തിൽ ഈ ചിന്ത നിങ്ങളോട് കൈമാറുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. സ്തോത്രം. സ്ഥാനങ്ങൾ എല്ലാം ദൈവികമല്ല. സ്തോത്രം. സ്ഥാനങ്ങൾ കിട്ടുന്നെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അല്ലേ? നമുക്ക് സ്ഥാനങ്ങൾ കിട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത് ആരാണ് തരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു ദൂത് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ദൈവം നിനക്കൊരുക്കുന്ന പദവികൾ, ദൈവം നിനക്കൊരുക്കുന്ന സ്ഥാനങ്ങൾ, ദൈവം നിനക്കൊരുക്കുന്ന സ്ഥാനവും മാന്യതകളും അതിനെ ഇളക്കി മാറ്റാൻ, അതിനെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ മനുഷ്യനാൽ ഒരുക്കപ്പെടുന്നതോ സ്വന്തം ബുദ്ധിയാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതുമായ സ്ഥാനങ്ങളും മാന്യതകളും അത് താൽക്കാലികമാണ്. അതിനപ്പുറത്തേക്ക് അത് പോകത്തില്ലെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെ ഹാമാന് സ്ഥാനങ്ങൾ ലഭിച്ചു, അല്ലെ? ആ സ്ഥാനം അവൻ ദുരുപയോഗം ചെയ്യുന്ന ഒരു ഭാഗമാണ് 2-ാം വാക്യം. ഇത് അറിഞ്ഞിട്ട് രാജാവിന്റെ വാതിൽക്കലുള്ള രാജ്യഭൃത്യന്മാർ ഒക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തുവാ? ഹാമാനെ കാണുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യണം? കുമ്പിടണം, നമസ്കരിക്കണം എന്നൊരു കൽപ്പന രാജാവ് കൽപ്പിച്ചിരുന്നു. പക്ഷേ ഈ കൽപ്പന ഉണ്ടായിരുന്നിട്ടും പ്രാർത്ഥിക്കുന്ന മൊർദെഖായി അത് ചെയ്തില്ല. സ്തോത്രം. എന്താണ് കാരണം? യഹൂദനെ സംബന്ധിച്ചിടത്തോളം നിയമമുണ്ട്, ദൈവത്തെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കാൻ പാടില്ല. ആകാശത്തിലെങ്കിലോ ഭൂമിയിലെങ്കിലോ ഒന്നിനെ നമസ്കരിക്കുകയോ അതിൻ്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയോ ചെയ്യരുത് എന്നുള്ളത് ദൈവകൽപ്പനയാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളായി നമ്മോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു കൽപ്പന കൂടെയാണത്. വേറൊന്നിനെയും നമസ്കരിക്കാൻ പാടില്ല ദൈവത്തെ അല്ലാതെ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. അപ്പൊ ഇതൊക്കെ ആർക്കുള്ളതാണ്? സ്തോത്രം. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതി ദൈവത്തിനുള്ളതാണ്, മഹത്വം ദൈവത്തിനുള്ളതാണ്, ജ്ഞാനം ദൈവത്തിനുള്ളതാണ്, സ്തോത്രം ദൈവത്തിനുള്ളതാണ്, ബഹുമാനവും ശക്തിയും ബലവും ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരാധനകൾ, നമ്മുടെ ബഹുമാനങ്ങൾ, നമ്മുടെ ബലം, നമ്മുടെ ശക്തി, ഇതെല്ലാം അർപ്പിക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പിലാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. ആ ബോധ്യമാണ് നമ്മെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നത്. താൽക്കാലികമായി യഹൂദ ജനം കഷ്ടപ്പെടേണ്ടി, വേദനിക്കപ്പെടേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ
പക്ഷേ ഹാമാനെ നശിപ്പിക്കുകയും പ്രാർത്ഥിക്കുന്ന മർദ്ദക്കായും എസ്തേറിനെ യഹൂദ ജനത്തെ ഒന്നടങ്കം ദൈവം രക്ഷിപ്പാൻ തക്കവണ്ണം ഇടവത്തു. കാരണം അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തത് കൊണ്ടാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുക, ദൈവത്തെ മാത്രം ആരാധിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയിൽ മറയ്ക്കണമേ, കൃപ കൂടെ ഇരുന്നാട്ട് ബലപ്പെടുത്തിയാട്ട് സമസ്ത മേഖലകളിൽ ദൈവത്തിന്റെ കരവും കൃപയും മഹത്വവും വെളിപ്പെട്ടു വരുക. സ്വർഗവിടവരുത്തും അനുഗ്രഹിക്കും, മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.